എല്ലാവർക്കും നമസ്കാരം. ഇത്രയേ ഉള്ളൂ? അയ്യോ, ഞാൻ വിചാരിച്ച NSS കാലപ്പുഴ പിള്ളേരൊക്കെ വരുമ്പോൾ നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളായിരിക്കും അല്ലേ? ഒന്നുകൂടെ നോക്കിയാലോ? അപ്പം എല്ലാവർക്കും നമസ്കാരം. അതാണ് അല്ലേ, നിങ്ങളെ നോക്കാനും നിങ്ങളിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടല്ലേ അല്ലേ? അപ്പം നമുക്ക് അവരോട് സമ്മതിക്കൊക്കെ വേണ്ടേ? അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഈശ്വര പ്രാർത്ഥന തുടങ്ങിയാലോ? ഈശ്വര പ്രാർത്ഥന നടത്തണ്ടേ? ആരാ കുട്ടികൾ പ്രാർത്ഥിക്കാൻ വരുന്നത്? ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ NSS സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാണ്. ഞാൻ പഠിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രം. നമ്മുടെ പഴയ സോഷ്യൽ സ്റ്റഡീസ് നിങ്ങൾക്ക് പണ്ട് പഠിച്ച് അല്ലേ? ഇപ്പം അത് സോഷ്യൽ സയൻസായി മാറി. ഇപ്പം എല്ലാം സയൻസിൻ്റെ മേഖലയാണല്ലോ. ഒരു അറിവ്, തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ സന്ദർശനം കൊണ്ട് പ്രധാനമായിട്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. രാജിത എന്നാണ്, തിരുവാർപ്പിലാണ് എൻ്റെ വീട്. ഞാൻ UP സ്കൂൾ ടീച്ചറാണ്. എല്ലാം പോസിറ്റീവായിട്ട് കാണുക. ചേച്ചിയും ചേട്ടനും ഒക്കെ ഉണ്ടല്ലോ, അവരുമൊക്കെ നമുക്ക് സന്തോഷം തരാനുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ആരും ഒന്നും നമ്മുടെ അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചൊന്നും ഓർക്കാതെ ഇപ്പം ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. അച്ഛനമ്മമാരെയൊക്കെ കണ്ടോ? ഇങ്ങനെ പുറകിൽ നിൽക്കല്ലേ കണ്ടുള്ളൂ. എല്ലാവരുമായിട്ട് ഇത് കഴിയുമ്പോൾ വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. ഇവിടെ നിന്ന് ഈ ഗേറ്റ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിൽ കരുതേണ്ട ഒറ്റ കാര്യം മാത്രമാണ്, നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന അച്ഛനെയും അമ്മയെയും ഇതുപോലെ ഒരനാഥാലയത്തിലേക്കും ആക്കാതെ ഞങ്ങൾ തന്നെ സംരക്ഷിക്കും എന്ന മനസ്സിൽ ഒരു ഉറപ്പോടുകൂടി വേണം ഈ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകാൻ. മനസ്സിലായോ? ഒത്തിരി സന്തോഷമുണ്ട്. അതുമാത്രമല്ലാതെ ഇവിടുത്തെ അമ്മയും മുത്തശ്ശന്മാരെ കണ്ടതിൽ കുറേ വിഷമമുണ്ട്. ഇത്രയും അവരൊക്കെ ഞങ്ങളെ കണ്ടിട്ട് ഒത്തിരി സന്തോഷിക്കുകയും ചെയ്ത് ഞങ്ങളെ കണ്ടിട്ട് ഒത്തിരി സന്തോഷിക്കുകയൊക്കെ ചെയ്ത് ഇന്ന് ഈ സ്നേഹക്കൂട് എന്ന് പറയുന്ന ഈ വീട്ടിലേക്ക് ഒരു സന്ദർശനം നടത്താൻ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും സാധിച്ചു.